ഒരു ഫിഷിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അഖിൽ ബ്രോയൊത്ത്. അപ്പം അഖിൽ ബ്രോയുടെ പട്ടാളത്തിലെ ലൈഫ്, പട്ടാളത്തിൽ നല്ലൊരു റാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അഖിൽ ബ്രോ ഓസ്ട്രേലിയ വന്നിട്ട് ഇപ്പോൾ ട്രക്ക് ഓടിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഒരു 17ാമത്തെ വയസ്സിൽ അഖിൽ ബ്രോ മറ്റേ വാരണം 1000 എന്ന് പറഞ്ഞ മൂവി കണ്ട് അതിൽ ഇൻസ്പയറായി പട്ടാളത്തിൽ ചേർന്ന ആളാണ്. അന്നേരം അഖിൽ ബ്രോയുടെ ആ ലൈഫ് അഖിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എങ്ങനെ പട്ടാളത്തിൽ ചേർന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു മൂവി പുള്ളിയെ ഇൻസ്പയർ ചെയ്തതെന്ന്. അഖിൽ, അന്നേരം നീ എങ്ങനെ ഈ മൂവി കണ്ടിട്ട് നീ പട്ടാളത്തിൽ ചേരാനുള്ളൊരു സംഭവം എങ്ങനെ അത് നിനക്ക് ഇൻസ്പിറേഷൻ ആയത്? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതൽ ആർമിയിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വാരണമായിരം എന്ന മൂവിയാണ് എനിക്ക് ഏറ്റവും കുറച്ച് കൂടുതൽ ബൂസ്റ്റ് തന്നത്. കാരണം കറക്റ്റ് +2 കഴിഞ്ഞ് നിന്ന സമയം, നല്ല ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന പ്രായം. അപ്പം ഈ വാരണമായിരത്തിൽ ആ മൂവിയിൽ മറ്റേ അവൻ NDA അക്കാദമിയിൽ നിന്ന് ട്രെയിനിങ്ങും കഴിഞ്ഞ് സൂര്യ ഇറങ്ങി ഗേൾഫ്രണ്ടിനെ കാണാൻ നടന്നു വരുന്ന ടൈം, ആ ഒരു സീനാണ് എൻ്റെ മനസ്സിൽ ഫുള്ള് കിടന്നത്. പിന്നെ അത് വെച്ച് ആ കറക്റ്റ് സമയത്ത് അവിടെ ആർമിയുടെ സെലക്ഷൻ വരികയും ഞാൻ അതിൽ അപ്ലൈ ചെയ്യും. ആദ്യമേ അതിൻ്റെ എൻട്രൻസ് എഴുതി, എൻട്രൻസ് ക്ലിയർ ചെയ്തു. പിന്നെ ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ അവിടുന്ന് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ 4 പേരാണ് സെലക്ട് ആയതെന്ന്. എൻ്റെ ഓർമ്മ ശരിയാണ്, 4 പേരാണ് സെലക്ട് ആയത്. അങ്ങനെ ഞങ്ങൾ 4 പേരും പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്നുള്ള ബാക്കിയുള്ള ട്രിവാൻഡ്രത്തിൽ നിന്നും കോഴിക്കോടിൽ നിന്നും അങ്ങനെ ആയാലും ഒരു 10-25 പേര് ഓളം ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ച് ലക്നൗവിലാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് സെൻറ്റർ ആദ്യത്തെ കിട്ടിയത്. അപ്പം അവിടെ ബേസിക് ട്രെയിനിങ്ങിന് ഞങ്ങൾ പോയി. ഫിസിക്കൽ ട്രെയിനിങ് അതൊരു ഭയങ്കര ടഫ് ടൈമാണ്. അതൊരു ഓൾമോസ്റ്റ് ഒരു 6 to 7 months നമ്മളൊരു നരകത്തിൽ ജീവിക്കുന്നതിന് തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതൊക്കെ അന്നത്തെ ഒരു പ്രായത്തിൽ ഞങ്ങളെല്ലാം നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് പക്ഷേ ഒരു ഭയങ്കര സ്ട്രഗിൾ ഉണ്ടെങ്കിലും അത്ര സ്ട്രഗിളിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ആ ഒരു കൂട്ടുകെട്ട്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം അത്ര സ്ട്രഗിളിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈവൻ ഞങ്ങൾക്ക് ദിവസം പോലും ഓർമ്മയില്ല ഏത് ദിവസം. അല്ല, അവിടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾ മലയാളീസ് ഇപ്പം ആർമിയിലുള്ളവർക്കറിയാം, വെളിയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഭയങ്കര ഒരു യൂണിറ്റിയാണ് മലയാളീസ്. ബാക്കി എല്ലായിടത്തും മലയാളി തമ്മിൽ ഒരു യൂണിറ്റി ഇല്ലെങ്കിലും, എസ്പെഷ്യലി കേരളത്തിൽ ഒട്ടും യൂണിറ്റി ഇല്ലെങ്കിലും, ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മലയാളികൾക്ക് ഭയങ്കര യൂണിറ്റിയാണ്. മലയാളികൾ ഒരു മിനിറ്റ് ഇത്തിരി മലയാളികൾ ആ ഒരു ടൈമിൽ നല്ലൊരു യൂണിറ്റി ഉള്ളതും പിന്നെ ആ ഒരു സ്ട്രഗിൾ പീരീഡിൽ വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല. എസ്പെഷ്യലി നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. പിന്നെ ചെറിയൊരു ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ട്, കേരളത്തിൽ നിന്ന് വന്നതിൻ്റെ ഡിസ്ക്രിമിനേഷൻ. അപ്പം എല്ലാവരും ഒരു ഫേസിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാവാം ആ യൂണിറ്റി ആർമിയിൽ അത്രയും കൂടുതൽ, മലയാളികൾ തമ്മിൽ. അവിടുന്ന് ഞാൻ പോയത്, ഫസ്റ്റ് പോസ്റ്റിങ് ഞാൻ പോയത് ചണ്ഡീഗഡാണ്. ചണ്ഡീഗഡിൽ ഒരു 2.5 വർഷം ഉണ്ടായിരുന്നു. 2.5 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു. അപ്പം അവിടെ ഫിസിയോതെറാപ്പിയുടെ ക്ലാസ്സും പിന്നെ ഞങ്ങൾക്ക് പേഷ്യൻസും പിന്നെ ഡീൽ ചെയ്യാനും. കാരണം ആർമിയിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ തിയറിയേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രാക്ടിക്കലിലാണ്. നമ്മളെ കൈ അത്രയധികം നമ്മൾ പല വെറൈറ്റി പേഷ്യൻസിനെ നമുക്ക് തരും. ഫസ്റ്റ് ഇയർ തൊട്ട്. ഫിസിയോതെറാപ്പി അവർ എന്നെ പഠിപ്പിച്ചു. പിന്നെ അവിടുന്ന് നേരെ ഞാൻ അടുത്ത പോസ്റ്റിങ് പോയത് ഹിമാചലിലാണ്. അതായത് യോൾ എന്ന് പറയും. അപ്പം ആ യോളിലായിരുന്നു ഞാനൊരു 3 കൊല്ലം. അത് ഒരു ഭയങ്കര ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസും ഭയങ്കര ഒരു വ്യൂവും. അതായത് ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ ബാക്ക് സൈഡ് ഹിമാലയൻ മലനിരകളാണ്. അപ്പം നമുക്ക് എന്നും രാവിലെ എഴുന്നേറ്റ് കാണുന്നത് ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് എന്നും. പിന്നെ അവിടെ നല്ലതായിരുന്നു. പിന്നെ ആർമിയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായ സ്ട്രഗിളും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എല്ലാം ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ടത് ലൈഫിനെ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഓസ്ട്രേലിയയിലേക്ക് വരാൻ അല്ലെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെ ഉണ്ടായിരുന്നു? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പല വ്ളോഗ്സ് കാണുമായിരുന്നു. വിദേശങ്ങളിലെ എസ്പെഷ്യലി ആദ്യമേ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് കാനഡ എന്നുള്ള എൻ്റെ ഒരു ഡ്രീം കൺട്രി ആയിരുന്നു.
അപ്പം അങ്ങോട്ടുള്ള പേപ്പർ വർക്കൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് പിന്നെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ തോട്ട്സ് മാറി. ഞങ്ങൾ അത് യു കെയിലോട്ടായി. അപ്പോൾ വൈഫിന് കുറച്ചും കൂടെ ജോബിന്, വൈഫ് നേഴ്സ് ആയതുകൊണ്ട് അവൾക്ക് ജോബ് കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പം UK ആയിരുന്നു. കാരണം കാനഡയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ പോയി M-class RN പാസ്സായി അത്ര നാളുള്ള ഒരു ഇനീഷ്യൽ പീരീഡ് സ്ട്രഗിൾ ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മളൊരു ജോലി കണ്ടുപിടിച്ച് അവിടെ സെറ്റിലായി പിന്നെ നേഴ്സിങ്ങിൻ്റെ അതിനുവേണ്ടി പഠിച്ച് പാസ്സായി. എസ്പെഷ്യലി M-class RN ഭയങ്കര ടഫാണ്. സോ അപ്പോൾ ആ ഒരു റിസ്ക് എലമെൻ്റ് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റാത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ UK പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വൈഫ് UK പോയി. ഞാൻ സ്റ്റിൽ ആർമിയിലായിരുന്നു. പിന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം എനിക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ്, എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞ സമയമായതുകൊണ്ട് വോളണ്ടറി റിട്ടയർമെൻറ്റിന് അവർ കൊടുക്കത്തില്ലായിരുന്നു. കാരണം സ്റ്റാഫ് ഷോർട്ടേജ് ഭയങ്കര കൂടുതലായിപ്പോയായിരുന്നു. പിന്നെ ഒരു 4 വർഷം ഞാൻ ആർമിയിൽ ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് കേസൊക്കെ കൊടുത്ത് ഇട്ടാണ് എനിക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് 2023 അവർ അഗ്രി ചെയ്തത്. അപ്പം നീ ഒരു ക്വാളിഫൈഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു നാട്ടിൽ, പക്ഷേ അവർ സർട്ടിഫിക്കറ്റ് ഒന്നും തന്നില്ല. കാരണം അവർ എസ്പെഷ്യലി ഞങ്ങൾ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത് വന്നുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളത് അവർ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. കാരണം അവരെൻ്റെ ഇന്ന് എഴുതി മേടിച്ചു. ഐ മീൻ ഞാൻ ഇതിൻ്റെ പേരിൽ വേറെ കേസിനോ ഇതിനോ ഒന്നും പോകത്തില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഓസ്ട്രേലിയയിലെത്തി ഫ്രം ദ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു. അത് എനിക്കൊരു 14 വർഷം ഞാൻ ആർമിയിൽ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ഐ മീൻ എനിക്ക് ഭയങ്കര നല്ലൊരു ടൈമായിരുന്നു. പക്ഷെ എനിക്ക് കരിയർ വൈസ് 0 ആയിപ്പോയി. അതുകൊണ്ട് എനിക്കിപ്പം പിന്നെ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇപ്പം അടുത്ത് ഞാനിവിടെ വന്നിട്ടിപ്പം പയ്യെ ആദ്യമേ ഓസ്ട്രേലിയൻ പോസ്റ്റിൽ വർക്ക് ചെയ്തു. കുറേ സ്ട്രഗിൾ ചെയ്തു. ഇനിയിപ്പോൾ ട്രക്കിംഗ് ഫീൽഡിലോട്ട് ഇറങ്ങി. അവിടെയും സ്ട്രഗിളൊക്കെ തന്നെയാണ്. പയ്യെ ഇപ്പം ഓരോ സ്റ്റെപ്പ് വെച്ച് കയറി വരുന്നു. ഹാർഡിന്റെ അല്ല ഞാൻ ചെറുപ്പം മുതലേ ആ ഒരു ഫിസിക്കൽ എഫേർട്ടൊക്കെ എടുത്ത് എനിക്ക് അങ്ങനെ ഒരു ജോബാണ് താല്പര്യം. ആരോഗ്യം അല്ല, നമ്മളിപ്പം ആ ഒരു ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും, ബോഡിയൊക്കെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കൊളസ്ട്രോള്, കുറച്ച് ഇതിനെക്കുറിച്ച് ഷുഗറോ BP കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതുപോലെ തന്നെ പുതിയ മൂവീസോ അങ്ങനെയുള്ള പട്ടാളത്തിനെ ഇൻസ്പയർ ചെയ്യുന്ന മൂവീസ് കണ്ട് ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യുന്ന തലമുറയോട് എന്താണ് നിനക്ക് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഒരിക്കലും പാടില്ല. കാരണം ചെന്നതിന് ശേഷമാണ് റിയൽ ലൈഫും മൂവി ലൈഫും രണ്ടും ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായത്. ഒരിക്കലും മൂവി കണ്ട് ഇൻസ്പയർ ചെയ്ത് ആർമിയിലോട്ടോ നേവിയിലോട്ടോ എയർഫോഴ്സിലോട്ടോ ഒന്നിലോട്ടും പോയാൽ നമ്മൾ നല്ല ഒരു ഡിസിഷൻ എടുത്ത് നമുക്ക് അതിൻ്റെ പ്ലസും മൈനസും എല്ലാം അറിഞ്ഞിട്ട് വേണം കയറിയാൻ. കാരണം അതിൻ്റെ ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ട്, ഒത്തിരി അതുപോലെ തന്നെ നെഗറ്റിവിറ്റിയും ഉണ്ട്. അപ്പം പുതിയ ജനറേഷൻ ആരെങ്കിലും ഇങ്ങനെ മൂവി കണ്ട് പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒന്നുകൂടെ റിസർച്ച് ഒക്കെ ചെയ്ത് ഇറ്റ്സ് എ റൈറ്റ് തിങ് ഫോർ യു എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രം ജോയിൻ ചെയ്യുക.